ഇന്ന് നമ്മുടെ ഭൂമി സ്വയം ഒന്ന് കറങ്ങി വരാൻ ഏകദേശം 24 മണിക്കൂർ എടുക്കുന്നുണ്ടല്ലേ. അന്ന് ആ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ വെറും 6 മണിക്കൂറാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമി കറങ്ങിയിരുന്ന സ്പീഡ് എന്തായിരുന്നു എന്നുള്ളത്. പിന്നീട് ഒരു 100 കോടി വർഷങ്ങൾ വേണ്ടി വന്നു ഏകദേശം ഒരു 18 മണിക്കൂർ സ്പീഡിൽ ഭൂമി കറങ്ങാൻ, അതായത് മെല്ലെ 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 ഒന്ന് സ്ലോ ആവാൻ. പിന്നീടും മെല്ലെ 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 ആയിട്ട് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്. ഭൂമി മെല്ലെ മെല്ലെ തണുത്തുറയാൻ തുടങ്ങി. അങ്ങനെ അന്തരീക്ഷത്തിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും. അതിൽ ഹൈഡ്രജനും ഓക്സിജനും അതിൻ്റെ ആറ്റങ്ങളും കൂടി ചേർന്നിട്ട് വെള്ളമുണ്ടായി എന്ന് പറയുന്നു. ഈ വെള്ളം ഭൂമിയിലേക്ക് ഉറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഭൂമി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉറ്റുന്ന ഓരോ തുള്ളിയും വാട്ടർ വേപ്പറായിട്ട് തിരിച്ച് വീണ്ടും മേഘപടലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭൂമി വെള്ളത്തിനെ നീരാവിയാക്കാൻ പറ്റുന്നതിനേക്കാൾ കുറവ് ചൂടായ സമയത്ത് ആദ്യത്തെ തുള്ളി ഭൂമിയിൽ വീണു എന്നാണ് പറയുന്നത്. പിന്നീട് മില്യൺസ് ഓഫ് ഇയേഴ്സ്, എത്രയോ കോടി വർഷങ്ങൾ നിർത്താതെ മഴ പെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന 71% കടലിൻ്റെ പകുതി, അതായത് ഒരു 30% മുകളിൽ വെള്ളം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ബാക്കി 35% മുകളിൽ അല്ലെങ്കിൽ ബാക്കി 40% മുകളിൽ വെള്ളം എങ്ങനെ ഉണ്ടായി? അതാണ് കളി.